എല്ലാവർക്കും നമസ്കാരം. സജ്ന ഫിറോസ് വിഷയം അവിടെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരു പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരിക്കാം തൊപ്പിയുടെ ഗ്യാങ് വാർ. ആ ഒരു വിഷയത്തിനകത്ത് എനിക്ക് എൻ്റെ 1-2 സുഹൃത്തുക്കൾ ചോദിച്ചു, നീ ആ വീഡിയോ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കാരണം അവരുടെ ഗ്യാങ് എന്താണെന്നോ അവരുടെ വീഡിയോസ് ഞാൻ അങ്ങനെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളല്ല. മാത്രമല്ല ഈ തൊപ്പിയുടെ ലൈവ് ആണെങ്കിലും ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. ജസ്റ്റ് ഇത് വിഷയം അറിഞ്ഞപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുൻപ്. ആ കംപ്ലയിൻറ്റ് കൊടുത്തത് ഇപ്പോൾ എനിക്ക് തന്നെ പാരയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ എന്ത് കേസ് വന്നാലും കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ലേ, അതിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ലേ, ഇതിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുതരം കളിയാക്കൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവൃത്തി കണ്ടപ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കാമെന്ന് സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അതൊരു വലിയ ആഗോളതല പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇന്നും ഞാൻ ചെയ്ത ഈ പറയുന്ന സജ്ന ഫിറോസിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു, ഇന്ന ആൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ചേട്ടാ തൊപ്പി ഗ്യാങ്ങിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട്. ആ മോളോട് പറയാനുള്ള കാര്യം, മോളാണോ മോനാണോ എന്ന് എനിക്കറിയില്ല, ഒരു ഫേക്ക് പ്രൊഫൈൽ പിക്കാണ് കണ്ടത്. അയാളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും എന്ന് കാണിച്ചു. അതിൽ നടപടി എടുക്കേണ്ടത് അധികാരികളാണ്. അവർ നടപടി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ എൻ്റെ തലവേദനയല്ല അത്. ഓക്കെ, ഈ നാട്ടിൽ ഇങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ളത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അധികാരപ്പെട്ട ആൾക്കാരെ അറിയിക്കാൻ പറ്റും എന്നൊരു അവയർനെസ് അത് ഞാൻ ചെയ്തു. നടപടി എടുത്താൽ നല്ല കാര്യം, നടപടി എടുത്തില്ലയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം. അയാൾ ചോദിച്ച കമൻറ്റിന് താഴെ ഒരു മറുപടി അവിടെ വന്നപ്പോൾ അയാൾ അടുത്തൊരു മറുപടി കൊടുത്തത്, അല്ല അതൊക്കെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി, റീച്ച് ഉണ്ടാക്കി, വീഡിയോ ഉണ്ടാക്കി, കാശുണ്ടാക്കിയ ആളല്ലേ, അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ കാര്യത്തിലും വേണ്ടേ? ആ വിഷയം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും ആവാം. പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു. ഈ പറയുന്ന കമൻറ്റ് ഇട്ട തനിക്കും ചെയ്യാം. വീഡിയോ വന്നിരുന്ന് കണ്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് ഇറങ്ങുകയും വേണം. അല്ലാണ്ട് ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും. ഓക്കെ, ഇറങ്ങി പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തൊപ്പി ഗ്യാങ്ങിൻ്റെ ഞാൻ പറയാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റാണ്. മറ്റൊന്നുമല്ല, ലഹരിയുടെ ഉപയോഗം. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇപ്പോൾ കയറിയ മന്ത്രിസഭ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനാണ്. പെരുമ്പാവൂരും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും പല സ്ഥലങ്ങളിൽ നിന്നും അവർ ലഹരി പിടിക്കുകയുണ്ടായി. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് തൊപ്പി ഗ്യാങ്ങിൻ്റെ ആൾക്കാർക്കിടയിലുള്ള ലഹരി ഉപയോഗം. ഈ ഓപ്പറേഷൻ തൂഫാൻ ടീം ഇത് അറിയാഞ്ഞിട്ടാണോ? രഹസ്യ വിവരം കൊടുത്താൽ മാത്രമേ കേസ് എടുക്കൂ എന്നുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. തൊപ്പിക്ക് പറയാനുള്ള കാര്യം ഈ 2-3 ക്ലിപ്പുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം, വേറെ ഇവരുടെ ഗ്യാങ് വാർ എന്താണോ, അല്ലെങ്കിൽ അവിടെ പൈസ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ചിലവിന് കാശ് കൊടുത്തിട്ടില്ല, സാലറി കൊടുത്തിട്ടില്ല, ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ല. അതൊക്കെ അവർക്കിടയിലുള്ള കാര്യങ്ങളാണ്. അവർ ഇന്ന് ശത്രുക്കളാണെങ്കിൽ നാളെ അടയും ചക്രയാവും. അതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, പബ്ലിക്കിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം പബ്ലിക്കിനെ ബാധിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, തൊപ്പിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാണ്, യങ്സ്റ്റേഴ്സാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ അതിന് എവിഡൻസ് ഉണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് തൊപ്പി മലപ്പുറത്താണോ കോഴിക്കോടാണോ ഞാൻ ഓർക്കുന്നില്ല, ഒരു ഇനാഗുറേഷൻ വന്നപ്പോൾ അവിടെ ജനങ്ങൾ തടിച്ചുകൂടി. ആ ജനങ്ങൾക്കിടയിൽ ഒരു 85% ജനങ്ങളും കുട്ടികളായിരുന്നു. അവരുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കണമായിരുന്നു. തൊപ്പിയുടെ ഹാർഡ് കോർ ഫാൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഗ്യാങ്ങിലുള്ള ഓരോ വീഡിയോകളും ആ കുട്ടികൾ കണ്ടു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തൊപ്പി കഴിഞ്ഞ ദിവസത്തെ ലൈവിനകത്ത് 1-2 വീഡിയോ കാണിച്ചത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആ വീഡിയോ കണ്ടത് ഏകദേശം 7 ലക്ഷം. ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോ ടോട്ടൽ കണ്ടത് 7 ലക്ഷം പേരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 7 ലക്ഷം പേരിൽ എത്ര പേര് ബിലോ 18 ഏജിലുണ്ടാവും? അപ്പോൾ അവരെല്ലാം കാണുന്ന എന്താണ്? ഇത്തരമൊരു ഗ്യാങ്ങിലെല്ലാം നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. സോ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത് വന്ന് പറയുമ്പോൾ പലർക്കും ഒരുതരം കളിയാക്കലാണ്. നീയൊക്കെ വേറെ പണിയിലഞ്ഞിട്ട് വന്ന് സംസാരിക്കുന്നതാണ് എന്ന ഒരുതരം ചിന്തയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ കമൻറ്റ്. ഇന്ന ആൾക്കെതിരെ കേസ് കൊടുത്ത ചേട്ടാ തൊപ്പിക്കെതിരെ കൊടുത്തൂടെ? അത് ഒരുതരം കളിയാക്കലായിരുന്നു, അതെനിക്ക് മനസ്സിലായി. അല്ലാണ്ട് കാര്യമായിട്ട് വന്ന് ചോദിച്ച ചോദ്യം അല്ല. എല്ലാത്തിനും കേസ് കൊടുക്കാൻ ഞാൻ എന്തോ വക്കാലത്ത് നേരാണ് കുട്ടിയോ? അല്ല, എനിക്ക് അറിയാത്തത് ഞാൻ ചോദിക്കാം. എൻ്റെ മുന്നിൽ കണ്ടൊരു കാര്യം ഞാൻ അന്ന് കൊടുത്തു. അതിന് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, ഓരോ സ്റ്റേഷനിലും പോയപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത് സാമ്പത്തികമായിക്കോട്ടെ, എൻ്റെ സമയമായിക്കോട്ടെ, ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എനിക്കും എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കും അറിയാം. അപ്പോൾ എല്ലാത്തിനും കയറി ഇറങ്ങാൻ ഞാൻ വക്കാലത്ത് നാരായണൻകുട്ടിയല്ല. അപ്പോൾ അത് ഓരോരുത്തർക്കും ചെയ്യാം. സാമൂഹ്യ പ്രതിബദ്ധത ഒരു വ്യക്തിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം. എന്തുകൊണ്ടാരും കേസ് കൊടുത്തില്ല? കൊടുക്കൂ, നിങ്ങൾ കേരളം മുഴുവൻ കേസ് കൊടുക്ക്, ഓരോ ജില്ലകളിലും കൊടുക്ക്, അവർ അറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കോളിലൊക്കെ ഉണ്ടായിട്ടും അവർ അറിഞ്ഞില്ലെങ്കിൽ ഓരോ വ്യക്തികളും കേസ് കൊടുക്കുക, അതിനുള്ള ധൈര്യം കാണിക്കുക. അല്ലാണ്ട് ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്ത് അവനെ വന്ന് കളിയാക്കി അങ്ങോട്ട് ഉണ്ടാക്കല്ല വേണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും തൊപ്പിയുടെ വീഡിയോ കാണാം. തൊപ്പി വളരെ വ്യക്തമായിട്ട്
വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ റൂമിൽ അവന്മാർ ലഹരി ഉപയോഗിച്ചു. ലഹരി ഉപയോഗിക്കാൻ മാത്രമല്ല അവിടെ വേറെ പല പരിപാടികളും നടന്നു എന്ന് വരെ തൊപ്പി പറയുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഓപ്പൺ ചാലഞ്ച് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും അല്ലേ, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറ. ഞാനിതാ ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിങ്ങും എടുക്കുന്നതാ. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു ചെറിയൊരു പെഗ് വെച്ചിട്ട് മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. ഓല എന്താന്ന് അറിയാലോ. ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഓല എന്താണെന്നുള്ളത് ചിന്തിക്കുന്നത്. നമുക്കറിയുന്ന ഓല എന്ന് പറയുന്നത് ഒന്നുകിൽ തെങ്ങിൻ്റെ ഓല, അല്ലെങ്കിൽ പനയുടെ ഓല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓല ബൈക്ക്, ഇതൊക്കെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അല്ലാണ്ട് ഇവരുദ്ദേശിക്കുന്ന ഓല എന്നുള്ളത് എന്നോട് വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇന്ന സാധനമാണെന്നുള്ളത്. അപ്പോൾ ഓരോന്നും ഓരോ കോഡ് വരെ ഉപയോഗിച്ചാണ് ഇവർ പരിപാടികൾ ചെയ്യുന്നത്. തൊപ്പിക്കിത് 3 മാസം മുന്നേ അറിയാമെന്ന് പറയുന്നു. എന്തുകൊണ്ട് തൊപ്പി ആ സമയത്ത് ആക്ഷൻ എടുത്തില്ല? ഇവരെന്തുകൊണ്ട് പറഞ്ഞു വിട്ടില്ല? അപ്പോഴും തൊപ്പി ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തൊപ്പി ട്രോമയിലായി അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും യോജിക്കുന്നില്ല. ഇതിനകത്ത് ഒരാളും ഈ കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. തൊപ്പി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഒരാളും ന്യായീകരണം അർഹിക്കുന്നില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ അല്ലേ? നല്ല സാധനമാണ്. പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി. 3500 രൂപയുടെ ഓല ഓർഡർ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത് പച്ചയ്ക്ക് തൊപ്പി വന്ന് പറയുവാണ് എന്താണ് സാധനം, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്തൊരു വീഡിയോയ്ക്കകത്ത് അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം അവിടെ എന്താ നടന്നത് വിത്ത് വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ ബ്ലർ ചെയ്ത് വെക്കുള്ളൂ. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ബ്ലർ ചെയ്യും. കാരണം എനിക്കത് വെക്കാൻ താല്പര്യമില്ല. കാര്യം അമ്മാതിരി തോന്നിയവാസങ്ങൾ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. കണ്ടു നോക്കാം. അങ്ങനെ ഇരുന്ന് കുടി അങ്ങനെ ഒന്നും അല്ല. ഓക്കെ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിലെന്തായാലും ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല മോനെ. ഷമീറിന്റെ മോനെ, ഷമീറിന്റെ ആടുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രിങ്കിന്റെ അംശം ഇല്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് എല്ലാം ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാര് ഇത് എപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാര് ഏത് ഫോൾഡറിലാ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രസ് കൊടുത്തിട്ട് ഇത് നിങ്ങൾ കാണണം. പിള്ളേർക്ക് ഡ്രസ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി ഇത്രയും പച്ചയ്ക്ക് വന്നിരുന്നു പറഞ്ഞിട്ടും ഈ വ്യക്തികൾക്കെതിരെ, തൊപ്പി ആയിക്കോട്ടെ, തൊപ്പിയുടെ കൂടുതൽ ആൾക്കാരായിക്കോട്ടെ, ഇവർക്കെതിരെ എന്ത് നടപടിയാണ് കേരള പോലീസ് എടുത്തത്? ഇത് ഒളിച്ചും മറിഞ്ഞും പറഞ്ഞ കാര്യമല്ല, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട കാര്യമാണ്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്തോ? നിങ്ങൾ പറ. അപ്പോഴാണ് ഒരുത്തി വന്നിട്ട് എന്നോട് അവിടെ കേസ് കൊടുത്തതല്ലേ, എന്താ ഇവിടെ കൊടുക്കാത്തത്? എനിക്ക് സൗകര്യമില്ല. അതാണ് ഉത്തരം. ഒരുത്തിനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്ന് ചിന്തിക്കാതെ അവിടെ ഇവിടെ എല്ലാം കാണുമ്പോൾ എന്താ കൊടുക്കാത്ത എന്ന് പറഞ്ഞ് ഉണ്ടാക്കാനല്ല വേണ്ടത്. കേസ് കൊടുക്കാമെന്ന് കാണിച്ചു തന്നല്ലോ, കൊണ്ടുകൊടുക്ക്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ വക്കാലത്ത് നാരായണ കുട്ടിയല്ല തൊട്ടേനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കാനായിട്ട്. സൗകര്യമില്ല. ഓക്കെ, ബാക്കിയേക്ക് വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും?
ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേ എന്ന് ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിന്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ. അതിന്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന്റെ ബാക്കി ഇവിടെ കാണിച്ച മതിയോ? ബ്ലർ മതിയോ അതോ ബ്ലർ ഇല്ലാത്തതാണോ? ഇതാ ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അവന്റെ മുഖം ഞങ്ങൾക്ക് കാണാം. ഈ വീഡിയോ കണ്ട് എത്ര കുട്ടികളുണ്ടാവും, എത്ര യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു 15 വയസ്സ് 16 വയസ്സ് 17 വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു, അതിൽ ഏതെങ്കിലും പാരൻസ്, ആ കൂട്ടത്തിൽ ഏതെങ്കിലും പാരൻസ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞ് വന്നിരുന്ന് കണ്ടു, അല്ലെങ്കിൽ അവൻ കണ്ടിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചു? ആരും ചോദിച്ചില്ല ആരോടും. ഒരുത്തനൊരു കാര്യം ചെയ്യാറ്, ഞാൻ എന്തുകൊണ്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു? അന്ന് ആ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന് ഞാൻ മാത്രമല്ല, എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമൻസ് കാണണം. ഇവരെ ഒന്ന് അടക്കാൻ പറ്റുമോ, ഇവരെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ, നിർത്താൻ പറ്റുമോ, ഇവരെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ച് നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെയായിരുന്നു കമൻറ്റുകൾ. ഇവർക്കെതിരെ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെയായിരുന്നു കമൻറ്റുകൾ. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം എന്താ പ്രശ്നം ഉണ്ടായെന്നറിയോ? അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങളെ ബാധിച്ചോ, നിങ്ങളെ വ്യക്തിപരമായിട്ട് ബാധിച്ചോ എന്നാണ് ചോദ്യം. 2, ഇവിടുന്ന് കോട്ടയം വരെ വണ്ടി കയറിപ്പോയി, അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ചു, അവർക്ക് മൊഴി കൊടുത്തു. എനിക്ക് തലേ കൂടെ വണ്ടി ഓടുന്നോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നവർക്കൊന്ന് തലേ കൂടെ വണ്ടി ഓടുന്നോ? അപ്പോൾ ഇതൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ഈ പറഞ്ഞ കോട്ടയം ഭാഗത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഞങ്ങളെന്തോ സമയമുള്ള ആൾക്കാരാണോ? ഞങ്ങൾക്കും സമയമില്ല. ഈ വീഡിയോ ചെയ്യുന്നത് ഉള്ള സമയം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്കിനി സൗകര്യമില്ല. ബാക്കി ബ്ലറിയാത്ത കാണിക്കണോ? അവന്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ? മമ്മു ചെയ്യാ ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോയിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെന്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? കണ്ടല്ലോ, വളരെ ഓപ്പണായിട്ട് വന്നിരുന്ന് പറയുവാണ്, എൻ്റെ വീട്ടിൽ ലഹരി കയറ്റിയിട്ട് എൻ്റെ കുട്ടികൾക്ക് അത് കൊടുത്തിട്ട് യൂസ് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി വന്നിരുന്ന് പച്ചയ്ക്ക് ഈ സംഭവം വിളിച്ചു പറഞ്ഞിട്ടും അതിനെതിരെ നടപടി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ചോദ്യം. ഇതിനകത്ത് പ്രായപൂർത്തിയാവാത്ത പയ്യൻ വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ ഗ്യാങ്ങിനകത്ത്. എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇവരുടെ ഈ പറയുന്ന ലഹരി വരുന്ന വഴി കണ്ടെത്തുന്നില്ല? വീണ്ടും പറയുന്നു, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നതും ചെയ്തതും എല്ലാം സ്ക്രിപ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് ഇവർ തന്നെ വെളിപ്പെടുത്തുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും ഇവരുടെ ഗ്യാങ്ങിൽ നടക്കുന്ന എല്ലാ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, എന്തിനെ ആയിക്കോട്ടെ, അതെല്ലാം സ്ക്രിപ്റ്റിംഗ് ആണെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവരെ വിശ്വസിച്ച് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുകയല്ലേ ചെയ്തത്? അല്ലേ? എല്ലാവരെയും ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ കാണുന്നത് എല്ലാം ശരിയല്ല. ഏത് ശരി ഏത് തെറ്റെന്ന് നിങ്ങളതിന് തിരിച്ചറിയുക. നമ്മൾ പറയാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളെ കളിയാക്കാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് ഉദ്ധരിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. നീയൊക്കെ അങ്ങ് നന്നാവും, നീയൊക്കെ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. പക്ഷെ എന്തുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി ഒതുങ്ങി നിൽക്കുന്നു? അപ്പം അതുകൊണ്ട് ഒരുപാട് ഇങ്ങോട്ട് വരണ്ട, ഏക്കത്തില്ല, എടുക്കത്തില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇത്ര ഇനി കളിയാക്കിയാലും അതിങ്ങോട്ട് ഏക്കത്തില്ല, മറുപടി തന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ കേസ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കാര്യം. എനിക്ക് ഒരു വിഷയം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കേസ് കൊടുക്കും. ഓക്കെ, അത് വേണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും. എല്ലാവർക്കും കൊടുക്കാമല്ലോ, കൊടുത്തോ, കൊണ്ടുകൊടുക്കുക. ഈ ചോദിച്ച ആൾക്കും കൊടുക്കാം. 1 ധൈര്യം വേണം, 2 കുറച്ചൊക്കെ ബുദ്ധിമുട്ടാനുള്ള ഒരു മനസ്സ് വേണം. പക്ഷെ അതൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വന്നിരുന്ന് എന്താ ചെയ്യാത്തേ എന്ന് ചോദിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.